നമസ്കാരം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുമായി ഫോണിൽ സംസാരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുരഞ്ജന സംഭാഷണം നടത്തി. കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഖാർഗെയുടെ നീക്കം. ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും മമതയില്ലാതെ BJPയോട് പോരാടുക സാധ്യമല്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഖാർഗെ ഇന്ന് അവരുമായി സംസാരിച്ചു. പ്രശ്നപരിഹാരമുണ്ടാക്കാനുള്ള വഴികൾ തേടുകയാണ്. BJPയെ പരാജയപ്പെടുത്തുകയെന്നതാണ് മമതയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ലക്ഷ്യം, ജയറാം രമേശ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കുറച്ചുനേരമെങ്കിലും മമത പങ്കെടുത്താൽ അത് വലിയ സന്തോഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മമതയില്ലാതെ ബംഗാളിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും BJPക്കെതിരെ പോരാടാനാവില്ല. പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യയുടെ അവിഭാജ്യവും അനിവാര്യവുമായ ശക്തിയാണ് അവർ. ഇന്ത്യ ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്, ജയറാം രമേശ് വ്യക്തമാക്കി. സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് തൃണമൂലുമായി ചർച്ച തുടരുകയാണെന്നും മമതയുമായി നല്ല ബന്ധമാണെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ചയായിരുന്നു ബംഗാളിൽ തങ്ങൾ തനിച്ച് മത്സരിക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയത്. ബംഗാളിൽ കോൺഗ്രസിന് മുന്നിൽ തങ്ങൾ ഒരു നിർദ്ദേശം വെച്ചെന്നും അവർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നുമാണ് മമത പറഞ്ഞത്. സംസ്ഥാനത്ത് 2 സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നാണ് മമതയുടെ നിലപാട്. എന്നാൽ 3 സീറ്റുകളെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല. ബംഗാളിൽ 3 സീറ്റ് നൽകിയാൽ അസമിലും മേഘാലയയിലും 3 സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന നിർദ്ദേശവും തൃണമൂൽ ഉയർത്തി. ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ളവർ ഉയർത്തിയത്. ഇതാണ് മമതയെ ചൊടിപ്പിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ഇന്ന് ബംഗാളിൽ പ്രവേശിച്ചു. അസമിലെ പര്യടനത്തിന് ശേഷം കുച്ച് ബിഹാർ വഴിയാണ് യാത്ര ബംഗാളിലേക്ക് കടന്നത്. സംസ്ഥാനത്ത് 8 ജില്ലകളിലൂടെയാണ് യാത്ര. യാത്രയിൽ മമത പങ്കെടുത്താൽ തങ്ങൾ വിട്ടുനിൽക്കുമെന്ന് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമയത്താണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുമായി ഫോണിൽ സംസാരിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുരഞ്ജന സംഭാഷണം നടത്തിയത്. കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഖാർഗെയുടെ നീക്കം. ഇരുവരും ഫോണിൽ സംസാരിച്ചെന്നും മമതയില്ലാതെ BJPയോട് പോരാടുക സാധ്യമല്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഖാർഗെ ഇന്ന് അവരുമായി സംസാരിച്ചു. പ്രശ്നപരിഹാരമുണ്ടാക്കാനുള്ള വഴികൾ തേടുകയാണ്. BJPയെ പരാജയപ്പെടുത്തുകയെന്നതാണ് മമതയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ലക്ഷ്യം, ജയറാം രമേശ് വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കുറച്ചുനേരമെങ്കിലും മമത പങ്കെടുത്താൽ അത് വലിയ സന്തോഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.